സൈനിക ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. തങ്ങളുടെ ഏറ്റവും വലിയ അത്യാധുനിക യുദ്ധക്കപ്പൽ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്യം. ശത്രുരാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള 5000 ടൺ ഭാരമുള്ള ചോയ് ഹോയിൻ എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ഉത്തര കൊറിയൻ നാവികസേന പുറത്തിറക്കിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ പുതിയ കപ്പലിനാകുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള നാംപോ കപ്പൽശാലയിൽ നടന്ന ചടങ്ങിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നേരിട്ടെത്തിയാണ് കപ്പൽ സേനയ്ക്ക് സമർപ്പിച്ചത്. കപ്പലിന്റെ വരവ് രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിപുലമായ മിസൈൽ സംവിധാനങ്ങളുമുള്ള ദക്ഷിണ കൊറിയൻ അമേരിക്കൻ സഖ്യത്തോട് കിടപിടിക്കാൻ ഉത്തര കൊറിയൻ നാവികസേനയ്ക്ക് ഇതുവരെയും സാധിച്ചിരുന്നില്ല. എന്നാൽ പുതുതായി പുറത്തിറക്കിയ ചോയ് ഹോൻ കപ്പലിന് കപ്പൽ വേദ മിസൈലുകളും കരയിലേക്ക് തൊടുക്കാവുന്ന ലാൻഡ് അറ്റാക്ക് മിസൈലുകളും പ്രയോഗിക്കാൻ ശേഷിയുണ്ടെന്നാണ് നിഗമനം. തീരദേശ പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പഴയ ശൈലിയിൽ നിന്ന് മാറി ആണവ മിസൈൽ ഭീഷണികൾ സമുദ്രമേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഉത്തര കൊറിയ ശ്രമിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ ശ്രേണിയിലെ ആദ്യ കപ്പൽ മാത്രമാണ് ചോയ് ഹോൻ എന്നും ഇതിലും വലിയ കപ്പലുകൾ വരും ദിവസങ്ങളിൽ പുറത്തിറക്കുമെന്നും കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 മേയിൽ ലോഞ്ചിങ്ങിനിടെ മുങ്ങിപ്പോയ കാങ്കോൺ എന്ന കപ്പലിന്റെ തകരാറുകൾ പരിഹരിച്ച് കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചതായും അതുടൻ സേനയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. പ്രതിവർഷം 2 വലിയ യുദ്ധക്കപ്പലുകൾ വീതം നിർമ്മിക്കാനാണ് നിലവിൽ ഉത്തര കൊറിയൻ കപ്പൽശാലകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കപ്പൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്ന് ഉത്തര കൊറിയ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് പകരമായി റഷ്യയിൽ നിന്ന് വലിയ തോതിലുള്ള സാങ്കേതിക സഹായം ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്നാണ് രാജ്യാന്തര വിദഗ്ധരുടെ വിലയിരുത്തലുകൾ. മാത്രമല്ല അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭാഗത്തു നിന്നുള്ള സൈനിക ഭീഷണികൾ നേരിടാൻ തങ്ങളുടെ നാവികസേനയെ അണവായുധം പ്രയോഗിക്കാവുന്ന അത്യാധുനിക സേനയായി മാറ്റുകയാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചതോടെയാണ് രാജ്യത്തിന്റെ കരുത്ത് കൂട്ടാനും വേണ്ടിവന്നാൽ തിരിച്ചടിക്കാനുമായി പ്രതിരോധശേഷി അതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ പ്ലീനറി യോഗത്തിലായിരുന്നു അദ്ദേഹം അന്ന് ഇക്കാര്യം പറഞ്ഞത്. കൊറിയൻ ഉപദ്വീപിലെ സാഹചര്യം ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണെന്ന് കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി. ഇതിനെ പ്രതിരോധിക്കാൻ ആണവ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സൈനിക ശേഷി അതിവേഗത്തിൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനവുമായി. ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ ഉത്തര കൊറിയ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. തങ്ങളുടെ ആണവ നയം ഒരിക്കലും മാറ്റാനാകാത്തതാണെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുന്നു. ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന് കിമ്മിന്റെ സഹോദരി കിം യോ ജോങ്ങും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസുമായും ദക്ഷിണ കൊറിയയുമായും നിലനിൽക്കുന്ന കടുത്ത ഭിന്നതകൾക്കിടയിലാണ് നാവികസേനയെ കൂടി ഉൾപ്പെടുത്തി ആണവ പ്രതിരോധം ശക്തമാക്കാനുള്ള ഉത്തര കൊറിയയുടെ ഈ നീക്കവും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.